ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. WWE റെസ്ലിംഗ് ആരാധകർ ഭയത്തോടെ കണ്ടിരുന്ന മാർട്ടിൻ റൈറ്റ്. ഈ പേര് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ദി ബൂഗി മാൻ എന്ന പേര് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. യെസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമ കഥയല്ല, മാർട്ടിൻ റൈറ്റ് എന്ന ദി ബൂഗി മാന്റെ ജീവിത കഥയാണ്. അപ്പോൾ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഐ ആം ദി ബൂഗി മാൻ and I'm coming to get ya. ഞാനാണ് ബൂഗി മാൻ. ഞാനിപ്പോൾ നിങ്ങളെ പിടിക്കാൻ വന്നിരിക്കുന്നു. കാണികളെ ഭയപ്പെടുത്താൻ ദി ബൂഗി മാൻ പ്രയോഗിക്കുന്ന വാചകം. ഇത് കേൾക്കുമ്പോൾ തന്നെ WWE ആരാധകരുടെ മനസ്സിൽ വരുന്നത് ചുമന്ന മുഖവും പേടിപ്പിക്കുന്ന ചിരിയും വായിൽ നിറയെ ജീവനുള്ള പുഴുക്കളുമായി വരുന്ന മനുഷ്യനെയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജീവിതകഥ WWEയിലെ ഏറ്റവും വിചിത്രനായ റെസ്ലർ ദി ബൂഗി മാന്റെ ജീവിതവും കരിയറുമാണ്. ദി ബൂഗി മാൻ, റിയൽ നെയിം മാർട്ടിൻ റൈറ്റ്. 1964 അമേരിക്കയിലെ അരിസോണ ഫീനിക്സിൽ ജനിച്ചു വളർന്ന് കുറച്ചു കാലം ആർമിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഫിറ്റ്നസ് ട്രെയിനറായി ജോലി തുടങ്ങി. പിന്നീട് 2004 WWE റിയാലിറ്റി ഷോ ടഫ് എനഫ് എന്ന ഷോയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. WWE തന്നെ നിർമ്മിച്ച ഒരു അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലിംഗ് റിയാലിറ്റി ഷോ ആണ് ടഫ് എനഫ്. ഇതിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർ പ്രൊഫഷണൽ റെസ്ലിംഗ് പരിശീലനത്തിന് വിധേയരാകുകയും പിന്നീട് WWEയുമായി കരാറിൽ ഏർപ്പെട്ട് മത്സരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ WWEയിലെ ആദ്യ അവസരം മാർട്ടിൻ റൈറ്റിന് വന്നെത്തി. ടഫ് എനഫിൽ 8 ഫൈനലിസ്റ്റുകളിൽ ഒരാളായി മാർട്ടിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആ സമയം അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ഷോയുടെ നിയമപ്രകാരം പരമാവധി പ്രായം 35 ആയിരിക്കണം. എന്നാൽ മാർട്ടിന്റെ പ്രായം 40 ആയിരുന്നു. എന്നാലും അദ്ദേഹം WWEയിൽ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ഷോയിൽ 35 വയസ്സാണെന്ന് കള്ളം പറഞ്ഞു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ. പക്ഷെ ഈ കള്ളം അപ്പൊ തന്നെ പിടികൂടി. കള്ളം പറഞ്ഞത് പിടിക്കപ്പെട്ട് മാർട്ടിനെ ഷോയിൽ നിന്ന് അവർ പുറത്താക്കി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ കണ്ട് WWE ഞെട്ടിപ്പോയി. അവർ അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചു. അവർ ഉടനെ തന്നെ മാർട്ടിനെ കൊണ്ട് കരാറിൽ ഒപ്പിടിച്ചു. WWE ക്രിയേറ്റർ ടീമിന്റെ ഐഡിയ ഇതായിരുന്നു. ആ സമയത്ത് ഹൊറർ തീംഡ് കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്ന സമയം. WWEയിലെ തന്നെ ബെസ്റ്റ് സൂപ്പർ സ്റ്റാർസ് കെയ്ൻ, അണ്ടർടേക്കർ തുടങ്ങിയ ഡാർക്ക് ഗിമിക് ക്യാരക്ടറുകൾക്ക് ഫാൻസ് അധികം റെസ്പോൺസ് കൊടുക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ടീം അദ്ദേഹത്തിന് മിത്തിക്കൽ ഹൊറർ ക്യാരക്ടർ ഗിമിക് നൽകി. മാർട്ടിൻ കുട്ടിക്കാലം മുതൽക്കേ ഹൊറർ മൂവീസിന്റെ വലിയൊരു ഫാനായിരുന്നു. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആളുകളെ ഭയപ്പെടുത്തുന്നതും അവരെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. സോ അദ്ദേഹം ആഗ്രഹിച്ചതുപോലൊരു ക്യാരക്ടർ തന്നെ WWEയിൽ അദ്ദേഹത്തിന് കൊടുത്തു. വേൾഡിലെ തന്നെ പ്രൊഫഷണൽ റെസ്ലിംഗ് ഷോ ആയിട്ടുള്ള WWEയിൽ സ്ഥാനമുറപ്പിക്കാൻ ഒരു ബെസ്റ്റ് ചാൻസ് അദ്ദേഹം അതിൽ കണ്ടു. അവസാനം ഒഹായോ വാലി റെസ്ലിംഗിൽ പരിശീലനം കഴിഞ്ഞ് WWEയിൽ ദി ബൂഗി മാൻ എന്ന പേരിൽ മാർട്ടിൻ റൈറ്റ് പിറവിയെടുക്കുന്നു. 2005 നടന്ന ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തന്റെ മുഖം മുഴുവൻ ചുമപ്പ് കറുപ്പ് കളർ ചെയ്ത് വിചിത്ര ശൈലിയിലെ ചിരിയും വായിൽ ജീവനുള്ള പുഴുവുമായി എല്ലാ കാണികളെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ദി ബൂഗി മാൻ വന്ന് പ്രോമോ നടത്തി. പേടിപ്പിക്കുന്ന രീതിയിലെ ഓരോ വാക്കും കാണികളെ ഭയത്തിന്റെ അങ്ങേയറ്റം കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തിനു പറയണം, ബൂഗി മാന്റെ എൻട്രൻസ് തന്നെ അവിടെ മുഴുക്കെ ഭീതി പരത്തിയിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ മുഴുവൻ പുക. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഐ ആം ദി ബൂഗി മാൻ and I'm coming to get ya. ഞാനാണ് ബൂഗി മാൻ. ഞാനിപ്പോൾ നിങ്ങളെ പിടിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നോക്കും, എവിടെന്നാ ബൂഗി മാൻ വരുന്നതെന്ന്. WWEയിലെ തന്നെ മികച്ച വോംസ്റ്റൽ ഒറിജിനൽ പുഴുക്കളെ തന്നെയാണ്, ജീവനുള്ള മണ്ണിരകൾ. ഈ പുഴുക്കളെ വായിൽ നിറച്ചു കൊണ്ടുവരുന്നതും ഒപ്പോണൻസിന് നേരെ അത് ഉപയോഗിക്കുന്നതും കാണികൾ കണ്ട് അദ്ദേഹത്തിന് മറ്റൊരു പേരിട്ടു, ഗ്രോസ് ഔട്ട് കിങ്, വൃത്തികെട്ട രാജാവ്. പിന്നീട് അങ്ങോട്ട് WWE റെസ്ലർ സൈമൺ ഡീൻ, JBL, ബുക്കർ ടി തുടങ്ങിയവരുമായി സ്റ്റോറി ലൈൻ നടത്തുകയുണ്ടായി. 2007 അദ്ദേഹം ECW ബ്രാൻഡിലേക്ക് മാറിയതിനു ശേഷം കെയ്ൻ, ബിഗ് ഡാഡി, ഫൈനലി തുടങ്ങിയവർക്കെതിരെ വമ്പൻ പോരാട്ടം നടത്തി. 2009 അദ്ദേഹത്തെ WWE റിലീസ് ചെയ്തു. എന്നാൽ 2012 നടന്ന സ്ലാമി അവാർഡ്സിൽ അദ്ദേഹം തിരിച്ചെത്തി. പിന്നെ 2015 നടന്ന റോയൽ റോംബിൾ, 2019 നടന്ന WWE റാ റീയൂണിയൻ, 2021 ലെജൻഡ്സ് നൈറ്റ്, എല്ലായിടത്തും ദി ബൂഗി മാൻ ആരാധകർക്ക് നൊസ്റ്റാൾജിയ പകരാൻ എത്തിയിരുന്നു. ഇപ്പോൾ WWE ലെജൻഡ്സ് കോൺട്രാക്റ്റിലും കൂടാതെ ഫിറ്റ്നസ് ട്രെയിനറായും മാർട്ടിൻ റൈറ്റ് എന്ന ബൂഗി മാൻ പ്രവർത്തിക്കുന്നു. ഒരു റെസ്ലർ മാത്രമല്ല, WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും ഓർമ്മിക്കപ്പെടുന്നതുമായ ഒരു കഥാപാത്രം. വായിൽ നിറച്ച് ജീവനുള്ള പുഴുക്കളുമായി കാണികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച WWE കഥാപാത്രം ദി ബൂഗി മാൻ. ഐ ആം ദി ബൂഗി മാൻ and I'm coming to get ya. മാർട്ടിൻ റൈറ്റ് എന്ന ബൂഗി മാന്റെ കഥ ഇവിടെ നിർത്തുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൂഗി മാൻ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് WWE കാണുന്നവർക്ക് മനസ്സിലാകാതിരിക്കില്ല. ഹൊറർ തീം ക്യാരക്ടർ ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ തന്നെയാണ് ദി ബൂഗി മാൻ. ഇതുപോലെ ഓരോ ക്യാരക്ടറിനെ കുറിച്ചോ മറ്റേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെന്നും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.